നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ചോ? സേവൂസ്, ഞാൻ കഴിഞ്ഞ ദിവസം എംപുരാൻ സിനിമ കാണാൻ പോയപ്പോഴേക്കും ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണിത്. എന്നുവെച്ചാൽ വളരെ കുറച്ച് പേരെ ആ തിയേറ്ററിലുണ്ടായിരുന്നു. ഇവർ ഈ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഫ്രണ്ടിലെ സീറ്റിൻ്റെ മുകളിൽ കാലെടുത്ത് വെച്ചേക്കുവാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ഏജൻസി വഴി, ഫ്രണ്ട്സ് വഴി, ഫാമിലി വഴി എല്ലാം ഒരുപാട് പിള്ളേർ ഓരോ ദിവസം ജർമ്മനിയിലോട്ട് വരുന്നുണ്ട്. സോ ഈ കൊണ്ടുവരുന്നവർ ആദ്യം ചെയ്യേണ്ട മിനിമം ഒരു കാറ്റഗറിയാണ് ഈ രാജ്യമായിട്ട് എങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് മിനിമം എങ്ങനെ കീപ്പപ്പ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. നാട്ടിൽ ചേരി കിടന്ന് അവിടുത്തെ തിയേറ്ററിൽ പോയി കാണിക്കുന്ന പരിപാടി ഇവിടെ വന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഇൻസിഡൻ്റ് ആണെന്ന് കരുതരുത്. ഈ ചെറിയ ചെറിയ ഇൻസിഡൻസ് ചേർന്നിട്ടാണ് വലിയൊരു തീ പോലെ ആളിക്കത്തുന്നത്. ഇന്ന് നമ്മൾ കാനഡയിൽ കാണുന്ന പോലത്തെ ഒരു ആൻറ്റി ഇന്ത്യൻ ക്യാമ്പയിൻ നാളെ ജർമ്മനിയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വളരെ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന, വർഷങ്ങൾ കൊണ്ട് ഇവിടെ താമസിക്കുന്ന, വളരെ മര്യാദയ്ക്ക് ഇൻ്റഗ്രേറ്റ് ആയിട്ട് താമസിക്കുന്ന ഫാമിലി, വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസിനെയൊക്കെയാണ്. നമ്മൾ വളരെ ചേരിയെന്നോ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അഭിനയിക്കാനെങ്കിലും പഠിച്ചിട്ട് വരണം. സോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓരോ ഇന്ത്യൻസും വളരെ അട്ടക്കൂറ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നതെന്ന് അവർ പറയും. പിന്നെ ചിലർക്ക് തോന്നുന്നത് കണ്ടപ്പോഴേക്കും ഞാൻ എന്താ പ്രതികരിക്കാഞ്ഞത്, ഞാൻ പോയി പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ ഞങ്ങൾ വന്ന പിള്ളേർ ആ ബിഹേവിയം കണ്ടുപിടിക്കാം. എന്നിട്ട് വേണം എൻ്റെ വെക്കിട്ടാണ് അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യം നിന്റെ വകയല്ലോ തിയേറ്റർ എന്നായിരിക്കും. ഞാൻ എന്താ പറയുന്നത്? ഇതുപോലെയുള്ളവർക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എങ്ങനെ ഈ സൊസൈറ്റിയിൽ അഭിനയിക്കണമെന്നോ ജീവിക്കണമെന്നോ എങ്കിലും. പക്ഷേ ഇതില്ലെങ്കിൽ ഇത് വേറെ ജർമ്മൻസൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും എല്ലാം.